താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. അവൾ ആ സാരി നെഞ്ചോട് ചേർത്തു. അമ്മയ്ക്ക് വേണ്ടി ഞാനിത് കേൾക്കും, അല്ലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളെല്ലാം എന്നേ അവസാനിച്ചു. ആരൊക്കെയോ കീ കൊടുക്കുന്ന പാവയല്ലേ ഞാൻ. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? മോൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിന്റെ ഇഷ്ടങ്ങൾക്ക് അന്നത്തെ പോലെ തന്നെ ഇന്നും വിലയുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിന്റെ പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാണ്? ഇന്ന് നിനക്ക് ചിലപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ നാളെ ഒരു കാലത്ത് ഇതായിരുന്നു ശരിയെന്ന് നീ മനസ്സിലാക്കും. ഹൽദി തലേ ദിവസത്തെ റിസപ്ഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും വേണ്ടെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. വെളുപ്പിന് ദേവി തന്നെയാണ് അമ്മുവിനെ വിളിച്ചുണർത്തിയത്. കുളിച്ചു പൂജാമുറിയിൽ വിളക്ക് വെച്ച് അവൾ അച്ഛൻ്റെയും ദേവേട്ടൻ്റെയും ഫോട്ടോയ്ക്ക് മുന്നിൽ വന്നു നിന്നു. അച്ഛൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദേവൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്നപ്പോഴേക്കും അവളുടെ കണ്ണുകൾ പുഴകൾ പോലെയായി. അമ്മയുടെയും ദേവിയുടെയും ഹരിയുടെയും അവസ്ഥയും അതുതന്നെയായിരുന്നു. ദേവി അവളെ ചേർത്ത് പിടിച്ചതും ഊർന്നവളുടെ കാൽക്കലേക്ക് വീണുപോയി അമ്മു. അവളുടെ അനുഗ്രഹം വാങ്ങി. ദേവി അവളെ എഴുന്നേൽപ്പിച്ച് നെറുകയിൽ മുകർന്നു. എൻ്റെ മോൾക്ക് നല്ലതേ വരൂ. ഏട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും. ബ്യൂട്ടീഷ്യൻ വന്ന് അമ്മുവിനെ കൂട്ടിക്കൊണ്ടുപോയി. ഹരിയുടെ കാറിലാണ് അമ്മയും അമ്മാവനും ദേവിയും പോയത്. മണ്ഡപത്തിൽ സിദ്ധുവും സച്ചുവും രമ്യയും മാലതിയും ദേവിയുടെ അമ്മയും ഉണ്ടായിരുന്നു. ദേവിയുടെ അമ്മ വരുന്നില്ലെന്ന് നിർബന്ധം പിടിച്ചതാണ്. പക്ഷേ എങ്കിലും ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് വരുവാനുള്ള ബുദ്ധിമുട്ട് കാരണം മാലതി അമ്മയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. മഹേശ്വരി അമ്മയും മാതുമോളും മാലതിയുടെ അടുത്തിരുന്നു. എതിരേൽപ്പ് കഴിഞ്ഞപ്പോൾ ദത്തനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞു. 30-നായിരുന്നു മുഹൂർത്തം. തിരുമേനിയുടെ കയ്യിൽ നിന്നും താലി വാങ്ങി അമ്മുവിൻ്റെ കഴുത്തിൽ ചാർത്തി ദത്തൻ. അമ്മുവിൻ്റെ പിന്നിൽ തന്നെയാണ് ദേവി അമ്മയും മറ്റും പിടിച്ചു നിർത്തിയിരുന്നത്. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചവളെ അവരെല്ലാവരും കൂടി തടഞ്ഞു. 10:30-നായിരുന്നു മുഹൂർത്തം. തിരുമേനിയുടെ കയ്യിൽ നിന്നും താലി വാങ്ങി അമ്മുവിൻ്റെ കഴുത്തിൽ ചാർത്തി ദത്തൻ. അമ്മുവിൻ്റെ പിന്നിൽ തന്നെയാണ് ദേവിയെ അമ്മയും മറ്റും പിടിച്ചു നിർത്തിയിരുന്നത്. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചവളെ അവരെല്ലാവരും കൂടി തടഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഫോട്ടോയെടുപ്പും മറ്റുമായി ദേവി താഴെ വന്നിരുന്നു അമ്മയോടൊപ്പം. ഇതല്ലേ പെണ്ണിൻ്റെ ഏട്ടത്തി, മരിച്ചുപോയ ആ ചെറുക്കൻ്റെ ഭാര്യ. ഭർത്താവും കുഞ്ഞും മരിച്ച് ആണ്ട് തികഞ്ഞില്ല. അതിനു മുന്നേ അവൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ? കല്യാണം കൂടാൻ എന്തൊരു മനസ്സാണ്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളും ഉണ്ടല്ലോ ഭഗവതി ഇപ്പോൾ. പറഞ്ഞുകൊണ്ട് ദേവിയെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് രണ്ടുപേരും. ദേവിക്ക് ഇരിക്കുന്നിടം ഉരുകുന്നത് പോലെ തോന്നി. അവിടെ നിന്ന് എവിടേക്കെങ്കിലും ഓടി മറയണമെന്ന്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ആരെങ്കിലും മംഗളകാര്യങ്ങളിൽ അടുത്ത് നിർത്തുമോ? ഇതിനെയൊക്കെ കാണുന്നത് തന്നെ ദുശകുനമാണ്. അല്ലെങ്കിൽ തന്നെ ഇതൊന്നും നോക്കാൻ ഇപ്പോൾ ആർക്കാ നേരം? എല്ലാം തോന്നിയ പാടല്ലേ. ഒഴുകാൻ തുടങ്ങിയ കണ്ണുകളെ വരുതിയിലാക്കി ദേവി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. എന്നാൽ പിന്നാലെ ഇരുന്ന ജയൻ ഇത് കൃത്യമായി കേട്ടു. അവൻ അവരുടെ മുന്നിലേക്ക് വന്നു. അവരുടെ മുന്നിൽ വന്ന് നിന്നു. നിങ്ങളുടെ ഇളയ മോൾക്ക് എത്ര പ്രായമുള്ളപ്പോഴാണ് നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നത്? നീ എന്താടാ കൊച്ചനെ ഇങ്ങനെ ചോദിക്കുന്നത്? അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഇളയ മകളെ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചതെന്ന്. അതാ കൊച്ചിൻ്റെ ദോഷം കൊണ്ടാണോ അതോ നിങ്ങൾ പ്രസവിച്ചത് കൊണ്ടുള്ള ദോഷം കൊണ്ടോ? 2 കാലിൽ മന്തുള്ളവൻ 1 കാലിൽ മന്തുള്ളവനെ ആക്ഷേപിക്കുന്നതിന് സമമാണ്. അവളുടെ ദോഷം കൊണ്ടല്ല അവളുടെ ഭർത്താവും കുഞ്ഞും മരിച്ചത്. അത് വിധിയാണ്. നിങ്ങൾക്കുമില്ലേ ഈ പ്രായത്തിലൊരു മകൾ? അവളോട് ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾക്ക് വേദന തോന്നില്ലേ? വയസ്സും പ്രായവും ഒക്കെ ഇത്രയായില്ലേ? ഇനിയെങ്കിലും കുറച്ച് ഒതുങ്ങിക്കൂടെ? തൊട്ടപ്പുറത്തു നിന്ന് കരയുകയായിരുന്നു ദേവി. ഇതെല്ലാം കേട്ടു. ജയകൃഷ്ണൻ നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കരയാൻ നിന്നു കഴിഞ്ഞാൽ ഈ ജന്മം അതിനെ സമയമുണ്ടാകൂ ദേവി. നടന്നതൊക്കെ വിധിയാണെന്ന് വിശ്വസിച്ച് ഇനി മുന്നോട്ട് ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ അവിടെ നിന്നും നടന്നു നീങ്ങി. ഹരി വന്ന് വിളിക്കുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നു ദേവി. അപ്പോൾ തന്നെ അവന് മനസ്സിലായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണുമെന്ന്. എന്തിനാ ഏട്ടത്തിയെ കരയുന്നത്? ഏട്ടത്തിയെ ദത്തൻ്റെ അമ്മ വിളിക്കുന്നു. അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അമ്മുവിൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാനാണ് ഏട്ടത്തിയെ വിളിക്കുന്നത്. വേണ്ട ഹരി, വേണ്ട. ഞാനിവിടെ എങ്ങാനും നിന്നോളാം. പോകാൻ നേരമാകുമ്പോൾ കഴിക്കാം. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഏട്ടത്തിയെ കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു എന്നെ അയച്ചതാണ് ഏട്ടത്തി. എൻ്റെ കൂടെ വരണേ. ഹരി ബലമായി തന്നെ ദേവിയുടെ കയ്യിൽ പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദത്തൻ്റെ അമ്മ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് അവളുടെ അടുത്തേക്ക് വന്നത്. എന്തിനാ കുട്ടി ഇങ്ങനെ എല്ലായിടത്തു നിന്നും മാറി നിൽക്കുന്നത്? പറയുന്നവർ പലതും പറയും. അതൊന്നും കേട്ടാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. അമ്മുവിൻ്റെ അടുത്തിരിക്ക്, ഭക്ഷണം കഴിക്ക്. അവളുടെ ഏട്ടൻ ഇല്ലെന്നുള്ള കുറവ് നീ അറിയിക്കരുത്. നിനക്ക് ആരും ഇവിടെ അയിത്തം കൽപ്പിച്ചിട്ടില്ല.
ഭക്ഷണം കഴിഞ്ഞ് പെണ്ണിനെ ഇറക്കാൻ നേരമായപ്പോൾ അവൾ അമ്മയെയും ദേവിയെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഹരിയുടെ മുന്നിൽ വന്ന് നിന്ന് യാത്ര ചോദിക്കുമ്പോൾ അമ്മുവിന് എന്തുകൊണ്ടോ സങ്കടമടക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ദേവേട്ടൻ ഇല്ലാതായി പോയില്ലേ ഹരിയേട്ടാ, അതും പറഞ്ഞാണ് ഹരിയുടെ മേലേക്ക് ചാഞ്ഞു വീണത്. ഒരു വിധത്തിലാണ് അവളെ സമാധാനപ്പെടുത്തി കാറിൽ കയറ്റിയിരുത്തിയത്. പെട്ടെന്നെന്താ നിനക്കിപ്പോൾ മാധുമോളെ കാണണമെന്ന് ആഗ്രഹം? മാത്രമല്ല കുറച്ച് ദിവസം നിന്നിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? വിചിത്രയുടെ മുന്നിലേക്ക് അച്ഛൻ കയറി നിന്നു. ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അത് അന്യ വീടൊന്നും അല്ലല്ലോ, എൻ്റെ ചേച്ചിയുടെ വീടല്ലേ. മാത്രമല്ല മാധുമോളും അവിടെയുണ്ട്. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിൽ എന്താ തെറ്റ്? മുമ്പാണെങ്കിൽ നീ ഇങ്ങനെ നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിന്റെ ചേച്ചി മരിച്ച് ആ കുഞ്ഞിനെ അവിടെയാക്കിയിട്ട് വരുന്ന സമയത്താണെങ്കിൽ നീ അവിടെ നിൽക്കുന്നത് മറ്റാരെക്കാളും ഞങ്ങൾക്ക് സന്തോഷം നൽകിയേനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. അതെന്താണെന്ന് വ്യക്തമാക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇത്രയും നാളും നിന്റെ താളത്തിന് തുള്ളി, ഇനി അതിന് പറ്റില്ല. അച്ഛൻ്റെ ആ രീതിയിലുള്ള സംസാരം ആദ്യമായാണ് വിചിത്ര കേൾക്കുന്നത്. അതുവരെ ചീറ്റപ്പുലിയെ പോലെ നിന്നവൾ ഇപ്പോൾ ഒന്ന് അയഞ്ഞു. അല്ലച്ച, ഞാൻ 2-3 ദിവസം മുമ്പ് ചിത്ര ചേച്ചിയെ സ്വപ്നം കണ്ടു. എന്തിനാ എൻ്റെ മോളെ തനിച്ചാക്കിയതെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ കരയുകയാണ്. അത് കണ്ടതു മുതൽ എനിക്കാകെ സങ്കടം. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് കരുതി. അങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛനെയും അമ്മയെയും ഇളക്കാമെന്നാണ് അവൾ കരുതിയത്. എന്നാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വേണുഗോപൻ്റെ കൈ അവളുടെ കൈവളിൽ പതിഞ്ഞു. പറഞ്ഞ് എന്തും പറയാമെന്നായോ നിനക്ക്? ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നിന്റെ ചേച്ചിയെക്കുറിച്ച് തന്നെ ഈ കള്ളം പറയണം. ഇത്രയും കാലം ഇല്ലാതിരുന്ന സ്നേഹം ഇപ്പോൾ പൊട്ടിമുളച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ ഒരു ദിവസം ജയനിവിടെ വന്നിരുന്നു. നീ ഇല്ലാത്ത സമയം നോക്കി മനഃപൂർവ്വം വന്നതാണവൻ. മാധുമോള് പോകുന്ന ഡേ കെയറിൽ പോയി നീ കാണിച്ചതും പറഞ്ഞതും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. അവൻ പറയുന്നതിൽ എന്താ തെറ്റ്? ചേച്ചിയെയും അനിയത്തിയെയും കെട്ടിക്കൊള്ളാമെന്ന് അവൻ ആർക്കും വാക്ക് തന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അനിയത്തിയായി കണ്ടവളെ പെട്ടെന്ന് ഭാര്യയായി കാണാൻ അവനെ കൊണ്ട് പറ്റില്ലെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതുകൊണ്ട് വേഷം കെട്ടലെല്ലാം മാറ്റിവെച്ച് മര്യാദയ്ക്കകത്തേക്ക് കയറി പോകാൻ നോക്ക്. ഇത്രയും നാൾ എല്ലാം കണ്ടും കേട്ടും മിണ്ടാതിരുന്നു. ഒരുവൾ ഉണ്ടായിരുന്നത് പോയി, ഇനി നീയും കൂടി മാത്രമേ ഉള്ളൂ. വെറുതെ സങ്കടപ്പെടുത്തണമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു എളുപ്പമായി കണ്ട് വേണ്ടിയില്ലാത്തിടത്തൊക്കെ കാണിച്ചു കൂട്ടാനാണ് പുറപ്പാടെങ്കിൽ മക്കൾ വേണ്ടെന്ന് ഞാനങ്ങ് വിചാരിക്കും. നളിനിയും വേണുഗോപാലിൻ്റെയും ഭാവമാറ്റം കണ്ട് ഞെട്ടിപ്പോയി. ആദ്യമായാണ് അയാൾ ഇത്തരത്തിൽ മക്കളോട്. അതെന്തായാലും നന്നായി എന്ന് അവർക്കും തോന്നി. കുഞ്ഞ് മരിച്ചപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പിന്നീട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ജയകൃഷ്ണനും മഹേശ്വരി അമ്മയും കൂടിയാണ്. ഇനിയൊരവകാശം പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. ആ കുഞ്ഞിനെ അവർ നന്നായി വളർത്തും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. വിചിത്ര വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അച്ഛനിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒന്നും മിണ്ടാതെ ബാഗുമായി മുറിയിലേക്ക് പോയി. എങ്കിലും ജയകൃഷ്ണൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരുപാട് ആഗ്രഹിച്ചതാണ്. പെട്ടെന്ന് ദേവിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കുറച്ച് ദിവസം താമസിച്ച് ജയേട്ടൻ്റെ മനസ്സിൽ കയറി പറ്റാൻ നോക്കണം. അത്രയും പെട്ടെന്ന് ഒരാളെ മറക്കാൻ കഴിയില്ലല്ലോ. ചെറുക്കൻ്റെ വീട്ടിലേക്ക് മറുവീട് ചടങ്ങിനൊക്കെ പോയി വന്നു. ഒരുപാട് വൈകിയാണ് എല്ലാവരും കിടന്നത്. ക്ഷീണം കാരണം വേഗം ഉറങ്ങി. ദത്തൻ മുറിയിലെത്തുമ്പോൾ അമ്മു കരഞ്ഞു കലങ്ങിയ കണ്ണുമായിരിക്കുന്നു. അവനത് കണ്ട് വെപ്രാളമായി അവളുടെ അടുത്തേക്ക് വന്നു. എന്താ അമ്മു, എന്തിനാ കരയുന്നേ? കരച്ചിലിൻ്റെ ആക്കം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അമ്മു, ദത്തൻ്റെ ഒച്ച ഉയർന്നു. അവൾ ഭയന്ന് പിന്നിലേക്ക് നീങ്ങി. എന്തിനാ കരയുന്നതെന്നെങ്കിലും പറയൂ, എന്നെ ദേഷ്യം പഠിപ്പിക്കാതെ. അത് എനിക്ക് വയറുവേദനയാണ്. അതിനാണോ കരയുന്നേ? ഞാൻ പേടിച്ചു പോയി. വേദന ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ദത്തേട്ടാ, അതല്ല, എനിക്ക് പീരീഡ്സ് ആയതാണ്. അതിനാണോ കരയുന്നേ? അതിന് നിങ്ങൾ സ്ത്രീകൾക്കുള്ളതല്ലേ. എന്നാലും വിവാഹം കഴിഞ്ഞ് വന്ന അന്ന് തന്നെ ഇങ്ങനെ സംഭവിച്ചതിൽ അമ്മയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. താൻ ഇവിടെ ഇരിക്ക്, ഞാൻ അമ്മയോട് പറയട്ടെ. ദത്തൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അമ്മ ഉറക്കമായോ എന്ന് ദത്തൻ സംശയിച്ചു. റൂമിൽ വെളിച്ചം കണ്ടതും അവനകത്തേക്ക് കയറി. അമ്മേ, എന്താടാ, കിടന്നില്ലേ ഇതുവരെ? ക്ഷീണം കാണും. അമ്മേ, അമ്മുവിന് പീരീഡ്സ് ആണ്. അവൾ ഭയങ്കര കരച്ചിൽ. വിവാഹ ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ്. അമ്മ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. അതൊന്നും സാരമില്ല, ഇതൊക്കെ പെണ്ണുങ്ങൾക്കുള്ളത് പതിവാണ്. ഞാൻ അങ്ങോട്ട് വരാം. റൂം തുറന്ന അമ്മ അകത്തേക്ക് വരുന്നത് കണ്ട് അമ്മ വീണ്ടും കണ്ണു നിറച്ചു. അയ്യേ, ഇതിനാണോ മോളെ സങ്കടം? സാരമില്ല, അമ്മ അലമാരയിൽ നിന്നും ഡ്രസ്സ് എടുത്തു തരാം. പിന്നെ 4 നാൾ മാറിക്കിടക്കുന്നതിന് വിഷമമുണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ മാറിക്കിടക്കൂ. ഇപ്പോൾ ആരും ഇതൊന്നും നോക്കാറില്ല. സാരമില്ലമ്മേ, ഞാൻ മാറിക്കിടക്കാം. അവിടെയും അങ്ങനെയാണ്. പിന്നെ തല കുളിക്കണ്ട, മേല് കുളിച്ച് വേഷം മാറിയാൽ മതി. അമ്മ റൂമിന് പുറത്തേക്ക് പോയതും ദത്തനകത്തേക്ക് വന്നു.
അമ്മ പാവമാണ്, തന്നെ ഒരുപാട് ഇഷ്ടവും, അതുകൊണ്ട് പേടിക്കാതെ എന്തുണ്ടെങ്കിലും പറയാം. അമ്മു അതിന് നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. ഡ്രസ്സ് മാറി ഇറങ്ങി വരുമ്പോൾ ബെഡിൽ ദത്തൻ ഇരിക്കുന്നു. അവൾക്ക് വല്ലാത്ത ജാല്യത തോന്നി. താൻ ഇങ്ങനെ ആശങ്കപ്പെടാതെ വാടോ, ഇതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നതല്ലേ, പിന്നെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, അന്ന് തന്നെ താൻ കൊടി പിടിച്ചു പറഞ്ഞിട്ട് ദത്തൻ ചിരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാടോ. അതെ, ഞാൻ അടുത്ത് വന്നിരിക്കുന്നതിന് വല്ല കുഴപ്പവുമുണ്ടോ? അവൾ അതിന് പുഞ്ചിരിച്ചു. ദത്തൻ അവൾക്കടുത്തേക്കിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു. സാധാരണ ഇങ്ങനെയാകുമ്പോൾ വല്ലാത്ത വേദനയും അസ്വസ്ഥതയാണെന്ന് കേൾക്കും, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. താൻ നിലത്ത് കിടക്കാൻ നിൽക്കണ്ട, ബെഡിൽ കിടന്നോ. അത് വേണ്ട ദത്തേട്ടാ, ഞാൻ നിലത്ത് കിടന്നോളാം. ഓക്കെ, എന്നാൽ അമ്മു കിടന്നോ, ക്ഷീണം കാണും. തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ഞാൻ കൂടെ. വേണ്ട, എനിക്ക് പേടിയില്ല. പിറ്റേന്ന് രാവിലെ അമ്മു എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വേഷം മാറി അടുക്കളയിൽ കയറാമോ എന്ന് ശങ്കിച്ച് നിന്നു. പിന്നെ താഴേക്ക് ചെന്നു. അമ്മ ഉണർന്ന് രാവിലെ ജോലിയിലാണ്. പുറത്തു തന്നെ നിന്ന് അകത്തേക്ക് എത്തി നോക്കി. അമ്മേ, ഞാൻ അകത്ത് വന്നോട്ടെ? ഇവിടെ അങ്ങനെ ഒന്നുമില്ല മോളെ, കുളിച്ചിട്ടേ അടുക്കളയിൽ കയറാവൂ, അല്ലാതെ വലിയ നിർബന്ധമൊന്നുമില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമാവില്ല. മോള് രാവിലെ എഴുന്നേറ്റ് വന്നല്ലോ. അവിടെ ദേവിയേട്ടത്തി രാവിലെ എഴുന്നേൽക്കും, അതുകൊണ്ട് പഠിച്ചതാണ്. മോൾ ഈ ചായ ദത്തന് കൊണ്ടു കൊടുക്ക്, അവന് രാവിലെ കടുപ്പത്തിൽ ചായ വേണം. പിന്നെ രാവിലെ അമ്മയ്ക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. 2-3 ദിവസം റെസ്റ്റ് എടുക്ക്, അത് കഴിഞ്ഞ് എന്നെ ചെറുതായി സഹായിച്ചാൽ മതി. അമ്മയ്ക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ, പിന്നെ ഒന്നും ചെയ്യാതിരുന്നാലും വയ്യാതാകും. അവൾ ചായയുമായി മുകളിലേക്ക് പോയി. ദത്തൻ ഉറക്കത്തിലാണ്. അവൾ ചായയുമായി അടുത്തിരുന്നു. ദത്തേട്ടാ, ദത്തേട്ടാ. അവൻ എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളെ ഇടം കൈയാൽ വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ ചേർത്ത് കിടത്തി. പെണ്ണ് ചുവന്നു പോയി. അവൻ എത്തി അവളുടെ കരുത്തിൽ ചുംബിച്ചു. വിട്ടേ ദത്തേട്ടാ, എനിക്ക് പാടില്ലാത്തതാണ്. അതിനെന്താ അമ്മു, ഞാനല്ലേ, എങ്കിലും വേണ്ട, ഒരു ഉമ്മയെങ്കിലും താ പെണ്ണെ. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് മാറി. ദത്തൻ ഒരു കൈ തലയിണയിൽ കൊടുത്ത് അവളെ നോക്കിക്കിടന്നു. ദത്തേട്ടൻ എണീറ്റ് ഫ്രഷായി വാ, ഞാൻ താഴേക്ക് പോവാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ ദത്തൻ ഇടം കണ്ടിട്ട് അമ്മൂനെ നോക്കി. അവളാണെങ്കിൽ അമ്മയുമായി കാര്യമായ കത്തിവയ്പ്പിലാണ്. പെണ്ണൊന്നും നോക്കുക പോലും ചെയ്യുന്നില്ല. അമ്മയ്ക്ക് അത് കൃത്യമായി കാണുകയും ചെയ്തു. കുളി കഴിഞ്ഞ് മോള് റെസ്റ്റ് എടുക്ക്, അടുക്കളയിലെല്ലാം ആയിട്ടുണ്ട്. ദത്തൻ എഴുന്നേറ്റ് കൈ കഴുകി മുറിയിലേക്ക് പോയി. പിന്നാലെ മടിച്ച് അമ്മുവും. 2-3 ദിവസമായി മഹേശ്വരി അമ്മയ്ക്ക് വല്ലാത്ത തലകറക്കമായതുകൊണ്ട് ജെയിൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴുണ്ട് BP കൂടുതൽ. വീട്ടിലെത്തിയ നേരം മുതൽ തുടങ്ങി. അമ്മ ഇപ്പോൾ കറക്റ്റായി മരുന്ന് കഴിക്കാറില്ല, അതാണ് കുഴപ്പം. അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? നീ ഇങ്ങനെ വിഷമിക്കല്ലേ കുട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മരുന്ന് കഴിച്ചോളാം. നീ സമാധാനത്തിൽ ഓഫീസിൽ പോയിക്കോ. മോളെ ഇന്നിനി വിടണ്ട, ഇപ്പോൾ തന്നെ നേരെ ഇത്രയായില്ലേ. ജെയിൻ പോയിക്കഴിഞ്ഞതും പതിയെ എണീറ്റ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി. അവൾക്ക് ആഹാരം കൊടുത്തു അടുത്ത് കിടത്തി. ഗുളിക കഴിച്ച ക്ഷീണം കാരണം അവർ അല്പം മയങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കുമ്പോൾ മാതുമോളെ കാണുന്നില്ല. വെപ്രാളത്തിൽ ചാടി എഴുന്നേറ്റ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാലെന്തിലോ വഴുക്കി. നിലവിളിയോടുകൂടി മഹേശ്വരി അമ്മ പിന്നിലേക്ക് മറിഞ്ഞു വീണു ബോധം പോയി. കുഞ്ഞിപ്പെണ്ണ് വെളിച്ചെണ്ണക്കുപ്പി തുറന്ന് അവിടെ മാകെ ഒഴിച്ചിട്ടിരിക്കുന്നു. അത് കാണാതെ ചെന്ന് കയറിയതാണ്. മാധു നിലവിളിച്ചു, പക്ഷേ അച്ഛമ്മ അത് കേട്ടില്ല. ഓഫീസിലിരിക്കുമ്പോഴും ജെയിന് മനസ്സിന് വല്ലാത്ത പിരിമുറുക്കം. അവൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. 1-2 റിങ് ചെയ്ത് കട്ടായി, പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കാറും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. രാവിലെ അമ്മ കിടക്കുന്നത് കണ്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്താണ് പോയത്. അതുകൊണ്ട് തന്നെ തിരികെ വന്ന് തുറന്നകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ചയിൽ നെഞ്ചു പൊടിഞ്ഞുപോയി. അമ്മേ, അമ്മേ. നിലവിളിയോടെ പാഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. തലയുടെ പിൻഭാഗം പൊട്ടി ചോര വാർന്നു കിടക്കുന്നു. കരഞ്ഞു തളർന്ന് മാതുമോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. ചിത്രം മരിച്ചതിൽ പിന്നെ ആദ്യമായി ജയൻ അലറി കരഞ്ഞു. അമ്മയെ താങ്ങിയെടുത്തു. മോൾ ഒരേ കരച്ചിലാണ്. വേഗം ഫോണെടുത്ത് സിദ്ധുവിൻ്റെ നമ്പറിൽ വിളിച്ചു. കോൾ അറ്റൻഡ് ആയതും ഹലോ സിദ്ധു. വിറച്ചുപോയി ജയൻ്റെ ശബ്ദം. ഒന്ന് വീട് വരെ വരുമോ? അമ്മയ്ക്ക് സുഖമില്ല, ഞാനിപ്പോൾ എത്താം. സിദ്ധു വരുമ്പോൾ കണ്ട കാഴ്ച അമ്മയെയും മടിയിൽ കിടത്തി കുഞ്ഞിനെ തോളിൽ കിടത്തി തകർന്ന അവസ്ഥയിലിരിക്കുന്ന ജയനെയാണ്. ജയ, ഇതെന്ത് പറ്റിയതാ? ഒന്നും അറിയില്ല സിദ്ധു. ഓഫീസിലിരിക്കുമ്പോൾ ആകെ മനസ്സമാധാനമില്ലാതെ ഓടി വന്നതാണ്. കണ്ടത് ഇതാണ്. ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് പറഞ്ഞു, ഇപ്പോൾ എത്തും. തനിയെ ഞാൻ കണ്ണ് നിറഞ്ഞു തൂവിപ്പോയി. ഞങ്ങളില്ലേടോ, താനിങ്ങനെ സങ്കടപ്പെടാതെ. ആംബുലൻസ് വന്നു. സിദ്ധുവാണ് അമ്മയെ എടുത്ത് ആംബുലൻസിൽ കയറ്റിയത്. പിന്നാലെ ജയനും. വീട് പൂട്ടി ഇറങ്ങുമ്പോൾ ഹരിയെ വിളിച്ച കാര്യം പറഞ്ഞു. ദേവിയെയും കൂട്ടി ഹോസ്പിറ്റലിലെത്താൻ